2025 സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ലക്നൗ സൂപ്പർ ജയൻസിന്റെ നായകനാണ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്ത്. ഇത്തവണത്തെ IPL മെഗാലേലത്തിൽ 27 കോടി രൂപയ്ക്കായിരുന്നു പന്തിനെ ലക്നൗ വാങ്ങിയത്. ഇതോടെ IPL ചരിത്രത്തിലെ എക്കാലത്തെയും വിലപിടിപ്പുള്ള കളിക്കാരനായി അദ്ദേഹം മാറുകയും ചെയ്തു. അവിശ്വസനീയമായ ഷോട്ടുകൾ കൊണ്ട് പന്തുകളെ അതിർത്തി കടത്തുന്നതിൽ ഋഷഭ് പന്ത് മിടുക്കനാണ്. പന്തുകൾ ഏതു വിധേനയും ബൗണ്ടറി കടത്തുകയെന്ന T20 ക്രിക്കറ്റ് ഫോർമാറ്റിന് അനുയോജ്യമായ ശൈലിയുള്ള ബാറ്ററാണ് അദ്ദേഹം. എന്നാൽ വമ്പൻ പ്രൈസ് ടാഗുമായി എത്തിയ പന്ത് ദയനീയ ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ലക്നൗ സൂപ്പർ ജയൻസിന്റെ ആദ്യ 3 മത്സരങ്ങളിലും പന്ത് ഫ്ലോപ്പായി എന്നതാണ് ആരാധകരെ നിരാശപ്പെടുത്തുന്നത്. പന്തിന്റെ മുൻ ടീം കൂടിയായ ഡൽഹി ക്യാപിറ്റൽസിനെതിരെയായിരുന്നു സീസണിൽ ലക്നൗ ആദ്യം കളിച്ചത്. അക്കൗണ്ട് തുറക്കാതെയാണ് ഈ മത്സരത്തിൽ പന്ത് പുറത്തായത്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയായിരുന്നു സീസണിൽ ലക്നൌവിന്റെ 2ാം മത്സരം നടന്നത്. ഈ കളിയിൽ വെറും 15 റൺസ് മാത്രമെടുത്ത് പന്ത് പുറത്താവുകയായിരുന്നു. പഞ്ചാബ് കിങ്സിനെതിരെ നടന്ന 3ാം മത്സരത്തിലാകട്ടെ 5 പന്തിൽ 2 റൺസ് നേടിയാണ് പന്ത് പവലിയനിൽ തിരിച്ചെത്തിയത്. അതായത് 2025 സീസൺ IPLൽ കളിച്ച 3 മത്സരങ്ങളിൽ നിന്ന് പന്തിന്റെ സമ്പാദ്യം 17 റൺസ് മാത്രമാണ്. ആദ്യ 2 കളികൾക്ക് ശേഷം പന്തിന്റെ ഫോം ഔട്ട് കാര്യമായ ചർച്ചയാകാതെ പോയെങ്കിലും 3ാം കളിയിലും അദ്ദേഹം ഫ്ലോപ്പ് ആയതോടെ ആരാധകരും വിമർശനങ്ങളുമായി രംഗത്തെത്തി. കാര്യങ്ങൾ ഇങ്ങനെ തുടർന്നാൽ ഋഷഭ് പന്തിന്റെ ഫോം ഔട്ട് രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസണ് ഗുണകരമാണ് എന്നതാണ് വാസ്തവം. നിലവിൽ ഇന്ത്യയുടെ T20 ടീമിന്റെ പ്രധാന വിക്കറ്റ് കീപ്പർ സഞ്ജുവാണ്. കഴിഞ്ഞ വർഷം ബംഗ്ലാദേശിനെതിരെ നടന്ന പരമ്പര മുതലാണ് സഞ്ജു T20 ടീമിലെ പ്രധാനിയായത്. ഇതിനുശേഷം ഋഷഭ് പന്തിനെ ഇന്ത്യ T20 ടീമിലേക്ക് പരിഗണിച്ചിട്ടേയില്ല. 2025 സീസൺ IPLൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യയുടെ T20 ടീമിലേക്ക് മടങ്ങിയെത്താമെന്ന പ്രതീക്ഷയിലാണ് പന്തുള്ളത്. അതിനിടെയാണ് സീസണിൽ താരം തുടർ പരാജയങ്ങളാൽ വലയുന്നത്. പന്ത് ഇപ്പോഴത്തെ ഫോമിൽ നിന്ന് തിരിച്ചു വന്നില്ലെങ്കിൽ ഇന്ത്യയുടെ T20 ടീമിലേക്കുള്ള തിരിച്ചുവരവും അദ്ദേഹത്തിന് മറക്കേണ്ടി വരും. മറുവശത്ത് ഇക്കുറി IPLൽ ശരാശരി പ്രകടനം കാഴ്ചവെച്ചാൽ സഞ്ജു സാംസണ് ഇന്ത്യൻ T20 ടീമിന്റെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് തുടരാനാകും. IPLൽ ഇത്തവണ കളിച്ച 3 മത്സരങ്ങളിൽ നിന്ന് 99 റൺസാണ് സഞ്ജുവിന്റെ സമ്പാദ്യം. ആദ്യ കളിയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ 66 റൺസ് നേടിയ സഞ്ജു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ 13 റൺസും ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ 20 റൺസുമാണ് നേടിയത്. ICC ചാമ്പ്യൻസ് ട്രോഫിയിലും അതിനു മുമ്പ് നടന്ന ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലും ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ KL രാഹുലായിരുന്നു. ചാമ്പ്യൻസ് ട്രോഫിയിൽ മാച്ചുകളിൽ പന്ത് റിസർവ് ബെഞ്ചിലുമായിരുന്നു. ഇതേ തുടർന്ന് ഋഷഭ് പന്തിനെ ഏകദിനങ്ങളിൽ തഴയുകയാണെന്ന വിമർശനവും ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പന്ത് ഫോം കണ്ടെത്താനാകാതെ പതറുന്നത്. ഇന്ത്യൻ T20 ടീമിൽ സഞ്ജുവിന്റെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിന് ഭീഷണിയാകുമെന്ന് കരുതപ്പെടുന്ന മറ്റൊരു താരം ഇഷാൻ കിഷനാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ താരമായ ഇഷാൻ ആദ്യ കളിയിൽ സെഞ്ചുറി നേടിയെങ്കിലും പിന്നീടുള്ള കളികളിൽ 0-2 എന്നിങ്ങനെയാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. മുൻപ് രാജസ്ഥാൻ റോയൽസിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ജയം നേടിയപ്പോൾ 1 ഡൗൺ ആയി എത്തി കിഡിലൻ സെഞ്ചുറിയുമായി വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇഷാൻ കിഷനാണ് താരമായത്. വെറും 45 പന്തിലാണ് അദ്ദേഹം സെഞ്ചുറി കുറിച്ചത്. ഇഷാന്റെ കരിയറിലെ ആദ്യ IPL സെഞ്ചുറി കൂടിയായിരുന്നു ഇത്. T20 ഫോർമാറ്റിലെ 2ാമത്തേതും. ഹൈദരാബാദിനായി സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായും ഈ മത്സരത്തിൽ ഇഷാൻ മാറിയിരുന്നു. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഇൻട്രാ സ്ക്വാഡ് പരിശീലന മത്സരത്തിൽ ഇഷാൻ കിഷൻ ബാറ്റിംഗ് വെടിക്കെട്ട് നടത്തിയതും ശ്രദ്ധ നേടിയിരുന്നു. ഇക്കഴിഞ്ഞ മെഗാ താരലേലത്തിൽ വമ്പൻ തുകയ്ക്ക് ഹൈദരാബാദിൽ നിന്നെത്തിയ ഇഷാൻ A ടീമിന് വേണ്ടി 18 പന്തിൽ 49 പന്തും B ടീമിന് വേണ്ടി 33 പന്തിൽ 66 റൺസും സ്കോർ ചെയ്തിരുന്നു. എന്തായാലും ഇന്ത്യയുടെ പ്രധാന വിക്കറ്റ് കീപ്പർമാർ സ്ഥിരതയോടെ കളിക്കുന്നതിൽ പരാജയമാകുന്നത് സഞ്ജു സാംസണ് ഗുണകരമാണ്. വരും മത്സരങ്ങളിലെ പ്രകടനങ്ങൾ കൂടി കണക്കിലെടുത്താൽ മാത്രമേ ഇക്കാര്യത്തിലെ സഞ്ജുവിന്റെ സാധ്യതകൾ കൂടുതൽ വ്യക്തമാകൂ.